ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ വർഷം, അതായത് 2024 മാറിയ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കൊല്ലപ്പരീക്ഷയുടെ, അതായത് ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എക്സാമിന് 2.25 മണിക്കൂറാണ് തരിക. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആവുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിങ് കോംപ്രിഹെൻഷനാണ്. അത് നിർബന്ധമായും എല്ലാവരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ടോട്ടൽ നമുക്ക് 7 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി നിർബന്ധമായി ചെയ്യണം. പിന്നെ സെക്കൻഡ് തൊട്ട് 7 വരെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ 4 എണ്ണം ചെയ്താൽ മതി. അപ്പം നമുക്ക് ടോട്ടൽ 5 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റോറി വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എമ്മ വാസ് എ യങ് ആർട്ടിസ്റ്റ് ഹൂ ലവ്ഡ് ടു ഡ്രോ. വൺ ഡേ ഷീ സ്റ്റംബിൾഡ് അപ്പോൺ എ മിസ്റ്റീരിയസ് പെൻസിൽ ഇൻ ഹെർ ആറ്റിക്. As soon as she picked it up, the pencil began to glow. Emma started to draw with the magic pencil, and to her amazement, her drawings came to life. She drew a beautiful butterfly, and it flew off the page. She drew a happy cat, and it started to purr. Emma was overjoyed with her newfound power. She drew all sorts of wonderful things, filling her room with magic and wonder. സ്റ്റോറി ഇപ്പോൾ വായിച്ചപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഈ സ്റ്റോറി ആണെങ്കിലും പോം ആണെങ്കിലും ഒക്കെ ഒന്ന് റീഡ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കിട്ടും. ഓക്കെ, ശരിക്കും ഇത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കരുത്, കുട്ടികൾ തന്നെ വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു മീനിങ് ജസ്റ്റ് ആകെ ആയിട്ടുള്ള 1 by 1 ആയിട്ടുള്ള ജസ്റ്റ് ഒരു മീനിങ് പറഞ്ഞു തരാം. ഓക്കെ, ഒരു ദിവസം എമ്മ ഇങ്ങനെ തട്ടിമ്പുറത്തോട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിടറിയിട്ട് അവൾക്ക് പെട്ടെന്ന് അവിടെ നിന്നൊരു പെൻസിൽ, ഒരു മിസ്റ്റീരിയസ് ഒരു മാജിക് പെൻസിൽ കിട്ടുകയാണ്. അവളത് എടുത്ത് നോക്കിയപ്പോൾ അത് ഗ്ലോ ചെയ്യാൻ, തിളങ്ങാൻ തുടങ്ങി അല്ലേ. പിന്നീട് അവൾ എന്ത് ചെയ്തു, ആ പെൻസിലെടുത്ത് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴോ അതിനൊക്കെ വരച്ച സാധനത്തിനൊക്കെ ജീവൻ വയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അവൾ ആദ്യം തന്നെ എന്താ വരച്ചത്, ഒരു ബട്ടർഫ്ലൈനെ. ആ ബട്ടർഫ്ലൈ വരച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പേജിൽ നിന്നും പറന്നുപോയി. പിന്നെ ഒരു പൂച്ചയെ വരച്ചു. അങ്ങനെ ഓരോ സാധനങ്ങൾ വരച്ചു. അതങ്ങനെ വരച്ച് അവളുടെ റൂം മുഴുവൻ വണ്ടർഫുള്ളായിട്ടുള്ള അത്ഭുതകരമായ ധാരാളം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇതാണ് കഥ. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അവിടെ തന്നെ ഉണ്ട്. വാട്ട് ഡിഡ് എമ്മ ഫൈൻഡ് ഇൻ ഹെർ ആറ്റിക്. ആറ്റിക് എന്നുണ്ടെങ്കിൽ തട്ടിമ്പുറത്ത് നിന്ന് എമ്മയ്ക്ക് എന്താണ് കിട്ടിയത്? ആൻസർ, എ മിസ്റ്റീരിയസ് പെൻസിൽ. The next question, what happened when Emma drew with the magic pencil? മാജിക് പെൻസിലിനെ കൊണ്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആൻസർ, her drawings came to life. അവൾ വരച്ചതിനൊക്കെ ജീവൻ വയ്ക്കാൻ തുടങ്ങി അല്ലേ. Then third question, what was the first thing Emma drew with the magic pencil? മാജിക് പെൻസിൽ കൊണ്ട് എമ്മ ആദ്യം തന്നെ വരച്ചത് സംഭവം എന്തായിരുന്നു? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, എ ബ്യൂട്ടിഫുൾ ഹൗസ്. നമുക്കറിയാം എന്താണ് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ആൻസർ ഈസ് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. എന്തൊക്കെ വേണമെങ്കിൽ കൊടുക്കാം? മാജിക് പെൻസിൽ കൊടുക്കുക, വേണമെങ്കിൽ ഒരു മിസ്റ്റീരിയസ് പെൻസിൽ കൊടുക്കുക അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ വേർഡ് ഫോർ ഫീലിംഗ് മോർ എക്സൈറ്റഡ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ ഫീലിംഗ് മോർ എക്സൈറ്റഡ്, ഭയങ്കര എന്തൊരു അത്ഭുതം തോന്നുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു അർത്ഥം വരുന്ന ഒരു ആശ്ചര്യപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു വേർഡ് നമ്മുടെ ഈ സ്റ്റോറിയിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, അമേസ്മെൻറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. ഇൻ ദ ചാപ്റ്റർ ദ യെല്ലോ അംബ്രല്ല, ഹിലാരിയോസ് സിസ്റ്റർ വെന്റ് അപ്പ് ടു ദ ബോയ് ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് to have as a gift. He said, a yellow umbrella, his face still downcast. Hilario's sister was puzzled. So there will be a conversation takes place between them. ലെറ്റ്സ് റൈറ്റ് ഇറ്റ്. നമ്മൾ ദ യെല്ലോ അംബ്രല്ല എന്നുള്ള ചാപ്റ്ററിൽ
നമ്മൾ ഈ ഒരു രംഗം കണ്ടിട്ടുണ്ട്. ഹിലാരിയോസ് സിസ്റ്റർ ആ ബോയുടെ അടുത്ത് ചെന്നു, എന്താണ് വേണ്ടത്, ഗിഫ്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത് യെല്ലോ അംബ്രല്ല എന്നാണ്. ആ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന സമയത്തും അവൻ്റെ മുഖം ഡൗൺ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖിതനായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഹിലാരിയോസ് സിസ്റ്റർ എന്ത് ചെയ്തു, അവനോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നല്ലേ, അവനെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സന്ദർഭമാണ് അവർ രണ്ടാളും, ഹിലാരിയോസ് സിസ്റ്ററും നമ്മുടെ ഈ ബോയും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു മോഡൽ ഇവിടെ തരാം, അത് നമുക്ക് നോക്കാം. നിങ്ങൾ ചിന്തിച്ച പോലുള്ള ഒരു കോൺവെർസേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോസ് സിസ്റ്റർ ആൻഡ് ജോസഫ്. ഹിലാരിയോസ് സിസ്റ്റർ, why do you want a yellow umbrella? Joseph, my father had one. Hilarious sister, what happened to your father? Joseph, he left me at a refugee camp. Hilarious sister, I am so sorry, Joseph. എന്താണ് ഹിലാരിയോസ് സിസ്റ്റർ ചോദിക്കുന്നത്? വൈ ഡു യു വാണ്ട് എ യെല്ലോ അംബ്രല്ല? നീ എന്താ യെല്ലോ അംബ്രല്ല വേണമെന്ന് പറയുന്നത്? അപ്പം ജോസഫ് പറയാണ്, മൈ ഫാദർ ഹാഡ് വൺ. എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുണ്ടായിരുന്നു. അപ്പം ഹിലാരിയോസ് സിസ്റ്റർ ചോദിക്കുക, വാട്ട് ഹാപ്പൻ ടു യുവർ ഫാദർ? നിൻ്റെ ഫാദറിന് എന്താ പറ്റിയത്? ജോസഫ്, ഹി ലെഫ്റ്റ് മീ അറ്റ് എ റെഫ്യൂജി ക്യാമ്പ്. എൻ്റെ ഫാദർ എന്നെ റെഫ്യൂജി ക്യാമ്പിൽ വിട്ടിട്ട് പോയിന്ന്. പിന്നെ കണ്ടിട്ടില്ല അല്ലേ ജോസഫ്? ഹിലാരിയോസ് സിസ്റ്റർ, ഐ ആം സോ സോറി ജോസഫ്. അപ്പം സോറി പറയുകയാണ്. അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വന്നല്ലോ ഹിലാരിയോസ് സിസ്റ്ററിന്, അതുകൊണ്ട് ജോസഫിനോട് സോറി പറയാം. ദെൻ നെക്സ്റ്റ് എന്താ നോക്കുക. ജോസഫ് തുടർന്ന് എന്താ പറയുന്നത്? ഹീ സെഡ് ഹി വുഡ് കം ബാക്ക് ബട്ട് ഐ ഹാവൻ സീൻ ഹിം സിൻസ്. എൻ്റെ അച്ഛൻ പോകുന്ന സമയത്ത് തിരിച്ചു വരുന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഹിലാരിയോസ് സിസ്റ്ററിൻ്റെ റിപ്ലൈ എന്താ നോക്കൂ. യു ആർ സേഫ് നൗ ആൻഡ് വി വർ ഹിയർ ടു ടേക്ക് കെയർ ഓഫ് യു. നീ ഇവിടെ സുരക്ഷിതനാണ്, ഞങ്ങളൊക്കെ നിന്നെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ജോസഫ് എന്താ ചോദിക്കുന്നത് നോക്കൂ. റിയലി യു വുഡ് ഗെറ്റ് മീ എ യെല്ലോ അംബ്രല്ല? എന്നാൽ നിങ്ങൾ എനിക്കൊരു യെല്ലോ അംബ്രല്ല കൊണ്ടു തരുമോ എന്ന്. അപ്പോൾ ഹിലാരിയോസ് സിസ്റ്റർ എന്താ പറഞ്ഞത്? യെസ്, വി വിൽ ഗെറ്റ് യു ദ ബ്രൈറ്റസ്റ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ യെല്ലോ അംബ്രല്ല. നിനക്ക് നല്ല തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു യെല്ലോ അംബ്രല്ല നിനക്ക് ഞങ്ങൾ കൊണ്ടുതരുമെന്ന് പ്രോമിസ് ചെയ്യുകയാണ്. അതോടുകൂടി ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. വേണമെങ്കിൽ നമുക്കവിടെ ജോസഫ് താങ്ക് യു സിസ്റ്റർ എന്ന് പറയുന്നതൊക്കെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇനിയും വേണമെങ്കിൽ നിങ്ങളിഷ്ടം പോലെ കുറച്ചും കൂടി വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഇത്രയെങ്കിലും നിങ്ങൾ എഴുതണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ. സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ മൗണ്ടെയിൻ യൂസിങ് എ വെറൈറ്റി ഓഫ് ഇമേജറി. നിങ്ങൾ ഇമേജറീസ് പഠിച്ചിട്ടുണ്ട്, ഓഡിറ്ററി ഇമേജറി, വിഷ്വൽ ഇമേജറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് സൗണ്ടുമായി ബന്ധപ്പെട്ട് പിന്നെ കാണുന്നതായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെയൊക്കെ വർണ്ണിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എഴുതാനറിയാം. അത്തരം ഇത് വെച്ചിട്ട് ഒരു മൗണ്ടെയിനെ കുറിച്ച് ധാരാളം ഇമേജറീസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. The mountain is a beautiful giant. Its peak touches the sky and shines like a diamond. The green forest on its slopes look like a soft, fluffy carpet. Sparkling streams and waterfalls sing a happy song. When the sun rises, the mountain's face glows with colors like pink, orange and purple. It's a magical sight. The mountain is a beautiful giant. മൗണ്ടെയിൻ പർവ്വതം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു ഭീമൻ തന്നെയാണ്. അതായത് എത്രയും ഭംഗിയുള്ള ഒരു സംഭവമാണ് മൗണ്ടെയിൻ. ഇറ്റ്സ് പീക്ക് ടച്ച് ദ സ്കൈ ആൻഡ് ഷൈൻസ് ലൈക്ക് എ ഡയമണ്ട്. മൗണ്ടെയിൻ്റെ മുകളിലുള്ള കൊടുമുടികൾ ഇങ്ങനെ ആകാശം തൊടുന്നത് പോലെ ആയിരിക്കും അല്ലേ, അത്രയും മുകളിലല്ലേ ഇത് കിടക്കുന്നത്. ഹിമാലയം പോലുള്ള മൗണ്ടെയിൻസൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഈ സൂര്യപ്രകാശത്തിൽ ഷൈൻ ചെയ്യും. ആകാശത്തോട് തൊട്ട് കിടക്കുന്ന ഈ പീക്കുകൾ സൂര്യപ്രകാശത്തിൽ ഡയമണ്ട് പോലെ, വജ്രം പോലെ ഇങ്ങനെ തിളങ്ങുന്നു. ദ ഗ്രീൻ ഫോറസ്റ്റ് ഓൺ ഇറ്റ്സ് സ്ലോപ്സ് ലുക്ക് ലൈക്ക് എ സോഫ്റ്റ് ഫ്ലഫി കാർപ്പറ്റ്. ഈ മൗണ്ടെയിൻ്റെ മുകളിൽ ചില ഭാഗങ്ങളൊക്കെ സ്ലോപ്പ് ഉണ്ടാവും അല്ലേ, താഴ്ന്ന പ്രദേശം ഉണ്ടാവും. അവിടെയൊക്കെയുള്ള ഫോറസ്റ്റ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെയുള്ള കാടൊക്കെ ഗ്രീൻ ഫോറസ്റ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സോഫ്റ്റ് ഫ്ലഫി കാർപ്പറ്റ്, നല്ല മൃദുലമായ രോമം കൊണ്ടുണ്ടാക്കിയുള്ള കാർപ്പറ്റ് പോലെയാണ് നമുക്ക് അവിടെയുള്ള
ഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ തോന്നുക. സ്പാർക്കിംഗ് സ്ട്രീംസ് ആൻഡ് വാട്ടർഫോൾസ് സിങ്സ് ഹാപ്പി സോങ്സ്. അവിടുത്തെ അരുവികളും തിളങ്ങുന്ന അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെ മനോഹരമായ സന്തോഷമുള്ള പാട്ടുകൾ പാടുന്നു. വെൻ ദ സൺ റൈസസ് ദ മൗണ്ടെയിൻസ് ഫേസ് ഗ്ലോസ് വിത്ത് കളേഴ്സ് ലൈക്ക് പിങ്ക്, ഓറഞ്ച് ആൻഡ് പേർപ്പിൾ. ഇറ്റ്സ് എ മാജിക്കൽ സൈറ്റ്. സൂര്യ ഉദിക്കുന്ന സമയത്ത് മൗണ്ടെയിൻ്റെ ഫേസ്, മുഖം, അതായത് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് തിളങ്ങുന്നത്, ഏതൊക്കെ കളറിലാണ്, പിങ്ക്, ഓറഞ്ച്, പർപ്പിൾ കളറിലൊക്കെയാണ് ആ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത് ഈ മൗണ്ടെയിനിൽ. കാരണം ഈ മൗണ്ടെയിൻ്റെ മുകളിലൊക്കെ മഞ്ഞൊക്കെ ഉണ്ടാവില്ലേ, ഈ മഞ്ഞും സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ഒരു ഫീല് വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഹിമാലയത്ത് പോയത് കൊണ്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അത്രയും രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പ്രഭാതത്തിലുള്ള സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള മൗണ്ടെയിനെ കാണാൻ. ഇറ്റ്സ് റിയലി എ മാജിക്കൽ സൈറ്റ്. ഒരു മാജിക് കാണുന്ന പോലെ അത്രയും മാന്ത്രികതയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മൗണ്ടെയിൻ, ഹിമാലയ പർവ്വതമൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിൽ കുറച്ചും കൂടി വേർഡ്സൊക്കെ വേണമെങ്കിൽ കൂട്ടാം. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ എഴുതിയാലേ നമുക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ. ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി. റീഅറേഞ്ച് ദ സ്റ്റോറി. ആൽബ്രക്റ്റ് ഡ്യൂററിൻ്റെ സ്റ്റോറിയാണ് നമുക്കിവിടെ റീഅറേഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളത്. വെൻ ദ യങ് ആർട്ടിസ്റ്റ് റിട്ടേൺ ടു ഹിസ് വില്ലേജ്, the Dürer family held festive dinner on their lawn to celebrate Albrecht's homecoming. The next one, Albrecht Dürer, the younger brother, won the toss and went off to the academy. The next one, finally, Albert rose and wiped the tears on his cheeks. The next, they both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. Then last one, Albrecht Dürer painstakingly drew his brother's abused hands with palms held together with thin fingers stretched skyward. നമുക്കിനി ഈ സ്റ്റോറി റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡർ ആക്കിയ സ്റ്റോറി നമുക്ക് നോക്കാം. They both wanted to pursue their talent for art, but they knew that their father would never be able to send them to study at the academy. Then second one, Albrecht Dürer, the younger brother, won the toss and went off to the academy. Then the third, when the young artist returned to his village, the Dürer family held festive dinner on their lawn to celebrate Albrecht's homecoming. Then fourth one, Albrecht Dürer painstakingly drew his brother's abused hands with palms together with thin fingers stretched skyward. Then the last one, finally, Albert rose and wiped the tears on his cheek. ഇതാണ് ഈ സ്റ്റോറിയുടെ റീഅറേഞ്ച്ഡ് ഓർഡർ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5, പോസ്റ്റർ മേക്കിംഗ്. March 3rd is considered World Wildlife Day. Prepare a poster in connection with World Wildlife Day. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്, വൈൽഡ് ലൈഫ് ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം, പിന്നെ സബ് ടൈറ്റിൽ വേണം, കൂടാതെ നല്ലൊരു പിക്ക്, നല്ലൊരു ഇമേജ്, ചിത്രം വേണം. ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വേണം. കൂടാതെ താഴെ ഒരു മെസ്സേജ് കൂടി ആയിക്കഴിഞ്ഞാൽ പോസ്റ്റർ ഏകദേശം റെഡിയായി. പിന്നെ അതിൻ്റെ ലേ ഔട്ട്, കെട്ടും മട്ടും എന്നറിയും, അതിൻ്റെ സൈസ്, ആ സൈസ് ഷേപ്പൊക്കെ അനുസരിച്ചാണ് ഒരു പോസ്റ്ററിൻ്റെ ഭംഗി കൂടുന്നത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഫുൾ മാർക്കായി, നല്ല ഒരു പോസ്റ്ററായി. നമുക്കതൊന്ന് എഴുതി നമുക്കത് അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു പോസ്റ്റർ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാം. നോക്കൂ, ഈ പോസ്റ്റർ, ഇതിൻ്റെ ടൈറ്റിൽ എന്താ നോക്കൂ, വേൾഡ് ആനിമൽ ഡേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന്. അടുത്ത് എന്താണ്, ഒരു നല്ലൊരു ഇമേജ് ഉണ്ട്, പിക്ക് ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് മെസ്സേജസ് എഴുതിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് മെസ്സേജസ് എഴുതിയത്? സേവ് ഫോറസ്റ്റ്, സേവ് ട്രീസ്, സേവ് വൈൽഡ് ലൈഫ്,
സേവ് എർത്ത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇത്ര എഴുതിയാൽ തന്നെ ഇത്ര ഭംഗിയിൽ ഒക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എ ഗ്രേഡ് കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ ലേ ഔട്ടും എല്ലാം കറക്റ്റാണ് അല്ലേ. ഓക്കെ, ഇതിലും മനോഹരമായിട്ടുള്ള പോസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ആക്ടിവിറ്റി 6, ഡിസൈൻ എ താങ്ക് യു നോട്ട്. ഇമാജിൻ യു ആർ റൈറ്റിംഗ് എ സ്പെഷ്യൽ താങ്ക് യു നോട്ട് ടു യുവർ favorite health worker. How do you express your gratitude and appreciation? Design a thank you note. അപ്പോൾ നമുക്ക് താങ്ക് യു നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ കൊടുത്ത താങ്ക് യു നോട്ടിൻ്റെ ഡിസൈൻ നോക്കൂ. ഫ്രണ്ട് സൈഡ് എങ്ങനെ വേണം? ഫ്രണ്ട് ഓഫ് ദ കാർഡ് എ വാം കളർഫുൾ ഇലുസ്ട്രേഷൻ ഓഫ് എ ഹെൽത്ത് വർക്കർ, ഹെൽത്ത് കെയർ വർക്കർ ഹെൽപ്പിംഗ് എ പേഷ്യൻറ്റ് വിത്ത് എ ബിഗ് സ്മൈൽ. നല്ല ചിരിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് വർക്കർ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ഒരു പിക്ക് നമുക്ക് ചിത്രീകരിച്ചാൽ വരച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഫ്രണ്ടിൽ തന്നെ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഉള്ളിൽ എന്താ വേണ്ടത് നോക്കൂ. ഇൻസൈഡ് ദ കാർഡ് ഡിയർ എന്ന് എഴുതിയിട്ട് ഹെൽത്ത് വർക്കറിൻ്റെ പേര് എഴുതുക. ഓക്കെ, സാധാരണ നമ്മൾ കത്തൊക്കെ എഴുതുന്ന പോലെ. പിന്നെ നമ്മൾ താങ്ക്സ് പറയുന്ന കാര്യങ്ങൾ, നന്ദി പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്താ ഇവിടെ എഴുതിയ നോക്കൂ. I just wanted to take a moment to express my heartfelt gratitude for everything you have done for me. Your kindness, compassion, and expertise have made a huge difference in my life. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ആ ഹെൽത്ത് വർക്കറോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ചെയ്ത കൈൻഡ്നെസ്സിന്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, എന്നോട് ചെയ്ത നന്മകൾക്ക് ഞാൻ ഈ ഒരു നിമിഷം നിങ്ങളോട് നന്ദി അറിയിക്കുകയാണെന്ന്. നിങ്ങൾ എന്നോട് കാണിച്ച കൈൻഡ്നെസ്സും കമ്പാഷനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ്. നെക്സ്റ്റ് എന്താ എഴുതി നോക്കൂ. യുവർ ഡെഡിക്കേഷൻ ടു യുവർ വർക്ക് ഈസ് ട്രൂലി ഇൻസ്പയറിംഗ് ആൻഡ് ഐ ഫീൽ സോ ലക്കി ടു ഹാവ് യു ആസ് പാർട്ട് ഓഫ് മൈ ഹെൽത്ത് കെയർ ടീം. നിങ്ങൾ നിങ്ങളുടെ ജോലിയോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥത ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. നിങ്ങളുടെ ഹെൽത്ത് കെയർ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യമാണ്. യു ആർ നോട്ട് just an amazing health worker, you are also an incredible person. നിങ്ങൾ വെറും ഒരു ഹെൽത്ത് വർക്കർ അല്ല, നിങ്ങൾ ഒഴിച്ചു കൂട്ടാനാവാത്ത അമൂല്യമായ ഒരു വ്യക്തിത്വമാണ്. താങ്ക് യു അഗൈൻ ഫോർ ഓൾ ദാറ്റ് യു ഡു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. അവസാനമായിട്ട് വീണ്ടും താങ്ക്സ് പറയുകയാണ്. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിത്വത്തെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയത് മഹാഭാഗ്യമാണെന്ന്. ഇനി നമുക്ക് നമ്മുടെ താങ്ക് യു നോട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ ഒരു വേർഡും കൂടി എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. വിത്ത് ഡീപ്പസ്റ്റ് അപ്രീസിയേഷൻ ആൻഡ് അഡ്മിറേഷൻ. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര്, യുവർ നെയിം എഴുതുക. ദാറ്റ്സ് ഓൾ. അത്ര എഴുതി കഴിഞ്ഞാൽ നല്ലൊരു താങ്ക് യു നോട്ടായി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റിയായ എഡിറ്റിംഗ് നോക്കാം. ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ട്രെയിനിങ് സെൻറ്റർ. ഷീ നൗ ഹാസ് of hundreds women under the guidance. Usha visited the USA, many countries on Europe and Africa. ഈ എഡിറ്റിംഗ് ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്തത് അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ള ഈ വാക്കുകളൊക്കെ തെറ്റാണ്. 5 തെറ്റുകൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരുത്തി നമുക്ക് എഴുതണം. നമുക്ക് തിരുത്തി എഴുതിയിട്ടുള്ളത് നോക്കാം. നോക്കൂ. ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ട്രെയിനിങ് സെൻറ്റർ. ഇവിടെ അപ്പോയിൻറ്റ് എന്നല്ല വേണ്ടത്, അപ്പോയിൻറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഷീ എന്ന് എഴുതുന്ന സമയത്ത് എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്, സ്മോൾ ലെറ്റർ അല്ല. ഇവിടെ ക്യാപിറ്റലൈസേഷനാണ് വേണ്ടത്. ഷീ നൗ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് വിമൻ അണ്ടർ ഹെർ ഗൈഡൻസ്. നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തത് ഓഫ് ഹൺഡ്രഡ്സ് എന്നാണ്. ഓഫ് ഹൺഡ്രഡ്സ് എന്നല്ല വേണ്ടത്, ഹൺഡ്രഡ്സ് ഓഫ് എന്നാണ് വേണ്ടത്. ഉഷ വിസിറ്റഡ് ദ USA, മെനി കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉഷ വിസിറ്റ് എന്നായിരുന്നു. അതേപോലെ യൂറോപ്പിൻ്റെ മുന്നേ ഇൻ എന്നല്ല ഓൺ എന്നായിരുന്നു. അപ്പോൾ ഉഷ വിസിറ്റഡ് എന്നായി. പിന്നെ ഇവിടെയുള്ള പ്രിപ്പോസിഷൻ ഓൺ മാറി ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എഡിറ്റിങ്ങിൽ വന്ന ഇഷ്യൂസ് എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് വേർഡ് അപ്പോയിൻ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ടെൻസായ അപ്പോയിൻറ്റഡ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഷീന്നോ എന്ത് എഴുതുകയാണെങ്കിലും അതിൻ്റെ സ്മോൾ ലെറ്റർ അല്ല എഴുതേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. ഇവിടെ എസ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയില്ല. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ്റെ ലാക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്.
അടുത്തത് ഓഫ് ഹൺഡ്രഡ്സ് എന്നല്ല വേണ്ടത്, ഹൺഡ്രഡ്സ് ഓഫ് എന്നാണ്. ഫ്രേസ് അറേഞ്ച് ചെയ്തത് കറക്റ്റ് ആയില്ല, അതാണ് ഉണ്ടായത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, വിസിറ്റ്. നാലാമത്തെ വിസിറ്റ് എന്നുള്ളത് സ്പെല്ലിങ് ഡിയും കൂടി ചേർക്കേണ്ടിയിരുന്നു, അപ്പോൾ സ്പെല്ലിങ് എററാണ് ഇവിടെ വന്നത്. ദെൻ ലാസ്റ്റ് വൺ ഓൺ യൂറോപ്പ്. ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ അല്ല വേണ്ടത്, ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ എഡിറ്റിങ്ങിൽ വന്ന പ്രധാനപ്പെട്ട എന്താ പറയുക തിരുത്തലുകൾ. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ വല്ല അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളതൊന്ന് തിരുത്തിയിട്ട് നിങ്ങൾ വായിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു. ബൈ ബൈ.